എവിടെ, വേർ. എവിടെയാണ്, വേർ ഈസ്. ബഹുവചനങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ വേർ ആർ. വേർ ഈസ് യുവർ ബുക്ക്. നിന്റെ ബുക്ക് എവിടെയാണ്? വേർ ഈസ് ഹിസ് അംബ്രല. അവന്റെ കുട എവിടെയാണ്? വേർ ഈസ് ഹർ ബാഗ്. അവളുടെ ബാഗ് എവിടെയാണ്? വേർ ഈസ് യുവർ ഫ്രണ്ട്. നിന്റെ സുഹൃത്ത് എവിടെയാണ്? വേർ ആർ യുവർ ഫ്രണ്ട്സ്. നിന്റെ കൂട്ടുകാർ എവിടെയാണ്? കൂട്ടുകാർ എന്നത് ബഹുവചനമായതിനാലാണ് വേർ ആർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. വേർ ഈസ് ദ പോസ്റ്റ് ഓഫീസ്. എവിടെയാണ് പോസ്റ്റ് ഓഫീസ്? വേർ ഈസ് ദ ബാങ്ക്. എവിടെയാണ് ബാങ്ക്? വേർ ആർ ദ ഷോപ്സ്. എവിടെയാണ് കടകൾ? കടകൾ ബഹുവചനമായതിനാൽ വേർ ആർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. വേർ ഈസ് യുവർ ഓഫീസ്. എവിടെയാണ് നിന്റെ ഓഫീസ്? വേർ ഈസ് യുവർ ഫാദേഴ്സ് ഓഫീസ്. എവിടെയാണ് നിന്റെ അച്ഛന്റെ ഓഫീസ്? വേർ ഈസ് ഹർ ഹോം. അവളുടെ വീട് എവിടെയാണ്? വേർ ആർ ദർ ബൈസിക്കിൾസ്. അവരുടെ സൈക്കിളുകൾ എവിടെയാണ്? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എങ്ങനെ എന്ന് നോക്കാം. മൈ ബുക്ക് ഈസ് ഇൻ ദ ബാഗ്. എൻ്റെ ബുക്ക് ബാഗിലാണ്. മൈ ബാഗ് ഈസ് ഓൺ ദ ടേബിൾ. എൻ്റെ ബാഗ് മേശയുടെ മുകളിലാണ്. മൈ ഫ്രണ്ട്സ് ആർ ഇൻ ദ ലൈബ്രറി. എൻ്റെ കൂട്ടുകാർ ലൈബ്രറിയിലാണ്. ഹിസ് ഹോം ഈസ് അറ്റ് വാരം. അവൻ്റെ വീട് വാരത്താണ്. ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോഴാണ് അറ്റ് എന്ന പ്രപ്പോസിഷൻ ചേർക്കുന്നത്. ഗോ സ്ട്രേറ്റ് ആൻഡ് ടേൺ റൈറ്റ്. നേരെ പോയി വലത്തോട്ട് തിരിയൂ. പലപ്പോഴും വഴി ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു പ്രയോഗമാണിത്. നേരെ പോയി വലത്തോട്ട് തിരിയൂ, അല്ലെങ്കിൽ നേരെ പോയി ഇടത്തോട്ട് തിരിയൂ എന്നൊക്കെ. ഗോ സ്ട്രേറ്റ് ആൻഡ് ടേൺ റൈറ്റ്. വാക്ക് സ്ട്രേറ്റ് ആൻഡ് ടേൺ ലെഫ്റ്റ്. നേരെ നടന്ന് ഇടത്തോട്ട് തിരിയൂ. ഗോ സ്ട്രേറ്റ്, ദ പോസ്റ്റ് ഓഫീസ് ഈസ് ഓവർ ദർ. നേരെ പോകൂ, അവിടെ ആണ് പോസ്റ്റ് ഓഫീസ്. ദ പോസ്റ്റ് ഓഫീസ് ഈസ് ഓവർ ദർ. ഗോ സ്ട്രേറ്റ്, ദ ബാങ്ക് ഈസ് ഓൺ യുവർ ലെഫ്റ്റ്. നേരെ പോകൂ, ഇടതുവശത്ത് ബാങ്ക് കാണാം. ദ സ്കൂൾ ഈസ് നിയർ ദ ബ്രിഡ്ജ്. സ്കൂൾ പാലത്തിന് അരികിലാണ്. ഹിസ് ഫാദേഴ്സ് ഓഫീസ് ഈസ് ഇൻ കണ്ണൂർ. അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഓഫീസ് കണ്ണൂരിലാണ്. വലിയ സ്ഥലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇൻ എന്നും ചെറിയ സ്ഥലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അറ്റ് എന്നും ഉപയോഗിക്കുന്നു. ഒന്നുകൂടി വായിക്കാം. മൈ ബുക്ക് ഈസ് ഇൻ ദ ബാഗ്. മൈ ബാഗ് ഈസ് ഓൺ ദ ടേബിൾ. മൈ ഫ്രണ്ട്സ് ആർ ഇൻ ദ ലൈബ്രറി. ഹിസ് ഹോം ഈസ് അറ്റ് വാരം. ഗോ സ്ട്രേറ്റ് ആൻഡ് ടേൺ റൈറ്റ്. വാക്ക് സ്ട്രേറ്റ് ആൻഡ് ടേൺ ലെഫ്റ്റ്. Go straight, the post office is over there. Go straight, the bank is on your left. The school is near the bridge. His father's office is in Kannur. തരൂ, കൊടുക്കൂ എന്നീ അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്കാണ് give. എനിക്ക് തരൂ, give me. Give me some water. എനിക്ക് കുറച്ച് വെള്ളം തരൂ. Give me the key. എനിക്ക് ചാവി തരൂ. Give me a cup. എനിക്ക് ഒരു കപ്പ് തരൂ. Give me a cup of tea. എനിക്ക് ഒരു കപ്പ് ചായ തരൂ. Give me some cash. എനിക്ക് കുറച്ച് പണം തരൂ. Give me one more chance. എനിക്ക് ഒരവസരം കൂടി തരൂ. Give me some more time. എനിക്ക് കുറച്ചുകൂടി സമയം തരൂ. Give me a ball pen. എനിക്കൊരു ബോൾ പെൻ തരൂ. Give me some cold water. എനിക്ക് അല്പം തണുത്ത വെള്ളം തരൂ. Give me a packet of salt. എനിക്ക് ഒരു പാക്കറ്റ് ഉപ്പ് തരൂ. Give me that bag. എനിക്ക് ആ ബാഗ് തരൂ. Give me this bottle. എനിക്ക് ഈ ബോട്ടിൽ തരൂ. Give me these books. എനിക്ക് ഈ ബുക്കുകൾ തരൂ. Give me those books. എനിക്ക് ആ ബുക്കുകൾ തരൂ. Give me 3 tickets. എനിക്ക് 3 ടിക്കറ്റുകൾ തരൂ. എനിക്ക് എന്നുള്ളതിന് me എന്നും അവന് എന്നുള്ളതിന് ഹിം എന്നും അവൾക്ക് എന്നുള്ളതിന് ഹെർ, അവർക്ക് ദം, ഞങ്ങൾക്ക് അസ് എന്നിങ്ങനെയാണ് ഇംഗ്ലീഷിലുള്ള പ്രോനൗണിന്റെ ഓബ്ജക്റ്റ് രൂപങ്ങൾ. ഗിവ് ഇറ്റ് എ ട്രൈ എന്ന് പറഞ്ഞാൽ ശ്രമിച്ചു നോക്കൂ എന്നാണ് അർത്ഥം. അടുത്തുള്ള വസ്തുക്കളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ദിസ് എന്നും ദീസ് എന്നും ഉപയോഗിക്കുന്നു. ഒരു വസ്തുവിനെ ദിസ്, ഒന്നിലധികം വസ്തുക്കളുണ്ടെങ്കിൽ ദീസ്. അകലെയുള്ള വസ്തുക്കളെ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ദാറ്റ് എന്നും ദോസ് എന്നും ഉപയോഗിക്കുന്നത്. ഏകവചനങ്ങളെ സൂചിപ്പിക്കാൻ ദാറ്റ്, ബഹുവചനങ്ങളെ സൂചിപ്പിക്കാൻ ദോസ്.
this book, these books, that bag, those bags, this child, these children, that child, those children. ചൈൽഡ് എന്നുള്ള വാക്കിന്റെ ബഹുവചനം ചിൽഡ്രൻ എന്നതാണ്. ചിൽഡ്രൻസ് എന്ന ഒരു പ്രയോഗമില്ല. ഒന്നാമത്തെ പ്രയോഗം ഡെയിലി വേജ് ഏണേഴ്സ്. ദിവസ കൂലിക്കാർ അല്ലെങ്കിൽ ദിവസ വേതനക്കാരാണ് ഡെയിലി വേജ് ഏണേഴ്സ്. ഡെഡ് ലാംഗ്വേജ്, മൃതഭാഷ അല്ലെങ്കിൽ ഇപ്പോൾ ഉപയോഗത്തിലില്ലാത്ത ഭാഷകളെയാണ് ഡെഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഡെഫനിങ് സൗണ്ട്, പടക്കം പൊട്ടുന്നത് മൂലമോ അല്ലെങ്കിൽ കൂട്ടിയടി മൂലമോ ഒക്കെ ഉണ്ടാകുന്ന കാതടപ്പിക്കുന്ന ശബ്ദമാണ് ഡെഫനിങ് സൗണ്ട്. ഡെലിബറേറ്റ് അറ്റംപ്റ്റ്, മനഃപൂർവ്വമുള്ള ശ്രമത്തെയാണ് ഡെലിബറേറ്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. ഡിപ്പാർട്ടഡ് സോൾ, പരേതാത്മാവ് എന്നുള്ള അതിന്റെ പ്രയോഗമാണ് ഡിപ്പാർട്ടഡ് സോൾ. പേ ഹോമേജ് ടു ഡിപ്പാർട്ടഡ് സോൾ എന്ന് പറഞ്ഞാൽ പരേതാത്മാവിന് ആദരാഞ്ജലി അർപ്പിക്കുക. ഡയബോളിക്കൽ ആക്ഷൻ, പൈശാചികമായ പ്രവർത്തനങ്ങളെയാണ് ഡയബോളിക്കൽ ആക്ഷൻ എന്ന് വിളിക്കുന്നത്. ഡൈ ഇൻ ഹാർനസ്, ഒരാൾ സർവീസിലിരിക്കെ മരിക്കുന്നതാണ് ഡൈ ഇൻ ഹാർനസ്. ഡിഫറെന്റ് വാക്സ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ ഭിന്ന തുറകളിലുള്ള അല്ലെങ്കിൽ വിഭിന്ന മേഖലകളെയാണ് ഡിഫറെന്റ് വാക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഡിലാപ്പിഡേറ്റഡ് കണ്ടീഷൻ, ജീർണിച്ച അവസ്ഥ അല്ലെങ്കിൽ തകർന്നടിഞ്ഞിട്ടുള്ള അവസ്ഥ, ഇതാണ് ഡിലാപ്പിഡേറ്റഡ് കണ്ടീഷൻ. പഴയ കെട്ടിടങ്ങൾ, റോഡുകൾ, ഇതിനെയൊക്കെ ഡിലാപ്പിഡേറ്റഡ് കണ്ടീഷൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഡില്ലി ഡാലി, അലസമായി സമയം കളയുക അല്ലെങ്കിൽ ഒരു കാര്യത്തെ ഗൗരവമായി എടുക്കാതിരിക്കുക, കാര്യങ്ങൾ അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോവുക എന്നൊക്കെ സൂചിപ്പിക്കുന്നതിനുള്ള പ്രയോഗമാണ് ഡില്ലി ഡാലി. ഡോണ്ട് ഡില്ലി ഡാലി അറ്റ് യുവർ സ്റ്റഡീസ് എന്ന് കുട്ടികളോട് പറയാറുണ്ട്. ഡിസ്ക്രിഷണറി പവർ, വിവേചന അധികാരം അല്ലെങ്കിൽ ഒരു സമയത്ത് യുക്തിയുക്തമായി ചിന്തിച്ച് ഔചിത്യബോധത്തോടെ തീരുമാനമെടുക്കുവാനുള്ള അധികാരത്തെയാണ് ഡിസ്ക്രിഷണറി പവർ എന്ന് വിളിക്കുന്നത്. ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ്, ആനുപാതികമല്ലാത്ത സമ്പത്തിനെയാണ് ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ് എന്ന് വിളിക്കുന്നത്. ഒരാൾക്ക് പ്രതീക്ഷിക്കാവുന്നതിലും കൂടുതൽ സ്വത്ത് അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടായിരിക്കുന്ന അവസ്ഥയാണിത്. ഡിസെന്റ് നോട്ട്, വിയോജനക്കുറിപ്പ്, ഒരു തീരുമാനത്തോട് തനിക്കുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന കുറിപ്പാണ് ഡിസെന്റ് നോട്ട്. ഡിസ്മിസ് പോസിബിലിറ്റി, സാധ്യതയെ തള്ളിക്കളയുക എന്നുള്ളതാണ് ഡിസ്മിസ് പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഡു യു ടേൺ, ആദ്യം ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയും അതിൽ നിന്ന് പൂർണ്ണമായും പിന്തിരിയുകയും അല്ലെങ്കിൽ വ്യതിചലിക്കുകയും ചെയ്യുന്നതിനാണ് ഡു യു ടേൺ എന്നോ അല്ലെങ്കിൽ ടേക്ക് യു ടേൺ എന്നോ പറയുന്നത്. അടുത്തത് ഡിസ് ഒബീഡിയൻസ് മൂവ്മെന്റ്, നിയമലംഘന സമരങ്ങൾ അല്ലെങ്കിൽ നിയമം ലംഘിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളെയാണ് ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് 1930 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രതിഷേധ സമരങ്ങളാണ്. ദണ്ഡിയാത്രയും ഉപ്പു സത്യാഗ്രഹവും ചെയ്തുകൊണ്ടാണ് ഈ പ്രതിഷേധ സമരങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള നയത്തെയാണ് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എന്ന് പറയുന്നത്. ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനങ്ങൾ അല്ലെങ്കിൽ ഗാർഹിക അതിക്രമങ്ങൾ എന്നിവയാണ് ഡൊമസ്റ്റിക് വയലൻസ്. വർഷങ്ങളായി അടിച്ചമർത്തപ്പെടുന്ന അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ജനതയെ ഉദ്ദേശിക്കുന്ന പദമാണ് ഡൗൺ ട്രോഡൻ. ട്രോഡൻ എന്ന വാക്കിന്റെ അർത്ഥം ചവിട്ടി മെതിക്കുക എന്നുള്ളതാണ്. സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ജനങ്ങളാണ് ഡൗൺ ട്രോഡൻ. ഡ്രോ അറ്റൻഷൻ, ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് പ്രയോഗമാണ് ഡ്രോ അറ്റൻഷൻ. ഇംഗ്ലീഷിൽ പലപ്പോഴും സംശയമുണ്ടാക്കുന്ന ചില വാക്കുകളും പ്രയോഗങ്ങളുമാണ് ഫോർ എ വൈൽ, ഇൻ എ വൈൽ, വൈൽ, വെൻ, മീൻ വൈൽ എന്നിവ. ഫോർ എ വൈൽ എന്നതിന്റെ അർത്ഥം കുറച്ച് സമയം എന്നുള്ളതാണ്. വെയിറ്റ് ഫോർ എ വൈൽ, അല്പസമയം കാത്തിരിക്കൂ. ആഫ്റ്റർ ലഞ്ച് ഐ സ്ലീപ്പ് ഫോർ എ വൈൽ,
ഉച്ചഭക്ഷണത്തിന് ശേഷം ഞാൻ അല്പസമയം ഉറങ്ങാറുണ്ട്. ഐ വിൽ ലീവ് ഫോർ ഓഫീസ് ഇൻ എ വൈൽ. ഇൻ എ വൈൽ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അല്ലെങ്കിൽ അല്പസമയത്തിനകം എന്നാണ് അർത്ഥം. ഐ വിൽ ലീവ് ഫോർ ഓഫീസ് ഇൻ എ വൈൽ. ഞാൻ ഉടനെ തന്നെ ഓഫീസിലേക്ക് പുറപ്പെടും. ഷീ വിൽ റീച്ച് ഹിയർ ഇൻ എ വൈൽ. അവൾ അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും. വെൻ ഷീ വാസ് ഇൻ ചെന്നൈ. ഒരു കഴിഞ്ഞ കാലത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോഴാണ് വെൻ ഉപയോഗിക്കുന്നത്. വെൻ ഷീ വാസ് ഇൻ ചെന്നൈ. അവൾ ചെന്നൈയിൽ ആയിരുന്നപ്പോൾ. വെൻ ഐ വാസ് യങ്. ഞാൻ യുവാവായിരുന്നപ്പോൾ. ഐ വുഡ് പ്ലേ ക്രിക്കറ്റ്. ഞാൻ യുവാവായിരുന്നപ്പോൾ ഞാൻ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. അതുപോലെ തന്നെ എപ്പോൾ എന്ന് ചോദിക്കുവാനും വെൻ ഉപയോഗിക്കുന്നു. വെൻ ഡു യു ലീവ് ഫോർ ഓഫീസ്. നിങ്ങൾ എപ്പോഴാണ് ഓഫീസിലേക്ക് പുറപ്പെടുന്നത്? വെൻ ഡു യു ലീവ് ഫോർ ഓഫീസ്. ഇനി ഒരേ സമയത്ത് നടക്കുന്ന രണ്ട് പ്രവർത്തനങ്ങളെ പരസ്പരം ബന്ധപ്പെടുത്തി പറയുന്നതിന് വൈൽ എന്ന വാക്കോ അല്ലെങ്കിൽ വെൻ എന്ന വാക്കോ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ രണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണെങ്കിൽ വൈൽ എന്ന വാക്ക് ഉപയോഗിച്ചാണ് ബന്ധിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, വൈൽ ഹി വാസ് സ്ലീപ്പിംഗ് ഐ വാസ് റീഡിങ് എ ബുക്ക്. അവൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഞാനൊരു ബുക്ക് വായിക്കുകയായിരുന്നു. ഇവിടെ രണ്ട് പ്രവർത്തനങ്ങളും ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഒരു പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയും മറ്റേ പ്രവർത്തനം അല്പസമയത്തിനുള്ളിൽ അവസാനിക്കുകയും ചെയ്യുന്നതാണെങ്കിൽ വൈൽ എന്നോ വെൻ എന്നോ ഉപയോഗിച്ച് ഇവയെ ബന്ധപ്പെടുത്താം. വൈൽ ഐ വാസ് റീഡിങ് എ ബുക്ക് ഹി കെയിം. ഈ വാക്യത്തിൽ ഞാൻ ബുക്ക് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹി കെയിം, അവൻ വന്നു. അവൻ വന്നു എന്നുള്ളത് അല്പസമയത്തിന് ശേഷം അവസാനിക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഇത്തരം വാക്യങ്ങളിൽ പൊതുവെ രണ്ട് ടെൻസുകൾ കാണും. ഒന്ന് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്, മറ്റേത് കണ്ടിന്യൂസ് ഫോമിലുള്ള ഒരു ടെൻസ് ആണ്. ഹി കെയിം എന്നുള്ളതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. വെൻ എന്ന വാക്കാണ് ചേർക്കുന്നതെങ്കിൽ ഹി കെയിം എന്നതിനൊപ്പം ചേർക്കണം. വൈൽ എന്ന വാക്കാണ് ചേർക്കുന്നതെങ്കിൽ കണ്ടിന്യൂസ് ഫോമിനൊപ്പമാണ് ചേർക്കേണ്ടത്. ഉദാഹരണത്തിന്, വെൻ ഹി കെയിം ഐ വാസ് റീഡിങ് എ ബുക്ക് എന്നും ഈ സെന്റൻസ് പറയാം. ചില അവസരങ്ങളിൽ പതിവായി നടക്കുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ പതിവായി നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളെ പരസ്പരം ബന്ധപ്പെടുത്തി പറയാറുണ്ട്. ഇത്തരം പതിവായി നടക്കുന്ന പ്രവർത്തനങ്ങളെയാണ് ഹാബിച്വൽ ആക്ഷൻസ് എന്ന് പറയുന്നത്. ഭൂതകാലത്ത് നടന്നിരുന്ന പ്രവർത്തനങ്ങളാവാം, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കാറുള്ള പ്രവർത്തനങ്ങളാവാം. ഇത്തരം പ്രവർത്തനങ്ങളെ ബന്ധപ്പെടുത്തി പറയുമ്പോൾ വൈൽ എന്ന കൺജങ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണത്തിന്, വൈൽ ഹി സ്വീപ്സ് ദ റൂംസ് ഐ ഡു ദ ഡിഷസ്. അവൻ റൂമുകൾ വൃത്തിയാക്കുമ്പോൾ ഞാൻ പാത്രങ്ങൾ കഴുകുന്നു. അടുത്ത വാക്യം ശ്രദ്ധിക്കുക. ഐ വാസ് പ്ലാനിങ് ടു സ്റ്റാർട്ട് മൈ ഓൺ ബിസിനസ് ഇൻ ദുബായ്. മീൻവൈൽ മൈ ബ്രദർ വാസ് പ്ലാനിങ് ടു ഓപ്പൺ എ ന്യൂ ഷോപ്പ് ഇൻ ചെന്നൈ. ഇവിടെ രണ്ടും പ്രത്യേകം വാക്യങ്ങളാണ്. പക്ഷെ അവ തമ്മിലുള്ള ബന്ധത്തെയാണ് മീൻവൈൽ സൂചിപ്പിക്കുന്നത്. രണ്ട് പ്രവർത്തനങ്ങൾ ഒരേ സമയം നടക്കുന്നു, പക്ഷെ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലായി. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾക്കാണ് മീൻവൈൽ ഉപയോഗിക്കുന്നത്. ഒരു വാക്യം കൂടി നോക്കാം. ഐ വാസ് stuck in the traffic. Meanwhile, my mother was waiting for me at the bus stop. ഞാൻ ട്രാഫിക്കിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതേസമയം അമ്മ എന്നെ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയായിരുന്നു. വ്യത്യസ്ത സ്ഥലങ്ങളിൽ നടക്കുന്ന പ്രവൃത്തികളെ മീൻവൈൽ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു.